ടു ലെജൻസ്. നമ്മുടെ കുർത്തിയുടെ വീഡിയോ ആണ്. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ചുരിദാർ വന്നാലും കുർത്ത വന്നാലും ഭയങ്കര മൂവിങ് ആട്ടോ. എന്താ നല്ലൊരു പ്രത്യേക ഭംഗി നമുക്ക് ഇട്ട് കാണുമ്പം, മുഖത്തിന് തന്നെ ഒരു പ്രത്യേക ഭംഗി. എനിക്കാണ് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. സൈസ് ഒക്കെയാണ് പക്കയായിട്ടാണ് വന്നേക്കുന്നത്. നമുക്കൊരു അൻവിരയുടെ ഒക്കെ സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ യോക്ക് പോർഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത്ര റേറ്റ് വരത്തില്ല. താനും മെറ്റീരിയലും നല്ല കേട്ടോ. നല്ല പ്യോർ അജ്രക് കോട്ടൺ ആണ് മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത്. വാഷ് ചെയ്യാൻ കുഴപ്പമൊന്നും ഇല്ലാത്ത മെറ്റീരിയലാണ്. ഓൾറെഡി വാഷ്ഡ് ആയിട്ട് വന്നേക്കുന്ന ഐറ്റം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ബ്ലോക്ക് പ്രിന്റ് ഹാൻഡ് ബ്ലോക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കത്തില്ല, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞു. അപ്പോൾ ഇങ്ങനെ സ്പ്രെഡിങ് ആയിട്ടാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. അത് ഒറിജിനലിന് അങ്ങനെ തന്നെയാട്ടോ അതിൻ്റെ ലുക്ക്. മൊത്തത്തിലുള്ള ലുക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഇങ്ങനത്തെ മോഡലിൽ നമുക്ക് ഇട്ട് കാണുമ്പോഴത്തേന് ഭയങ്കര ഭംഗിയാണ്. ഞാൻ ഈ പറയുമ്പം എൻ്റെ കോൺഫിഡൻസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം എത്രത്തോളം അത്ര ഭംഗിയായിട്ടുള്ള ഐറ്റം ആണത്. അപ്പോൾ യോക്ക് പോർഷനിൽ ചെറിയൊരു കാന്ത ലൈൻസ് കൊടുത്തത്. യോക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അടുപ്പിച്ച് കാണിക്കാം കേട്ടോ. 2 ഷെയ്ഡ്സിലാണ് കോമൺ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വരാറുള്ള 2 ഷെയ്ഡ്സാണ് ഇതിൽ വന്നേക്കുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. കുറ്റം പറയാനൊന്നുമില്ല, എല്ലാം നമുക്ക് നല്ല റേറ്റാണ്. സൈസ് നിങ്ങൾ സെയിം തന്നെ എടുത്താൽ മതി, കാരണം ഞാൻ ഇപ്പോൾ കറക്റ്റ് മീഡിയം തന്നെ ഇട്ടേക്കുന്നത്. ഇവിടം കൊണ്ട് മാത്രം ചെറുതായിട്ട് ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, കറക്റ്റ് തന്നെയാണ്. ഒത്തിരി വണ്ണം ഇവിടം കൊണ്ട് കൂടുതലുള്ളവരാണെങ്കിൽ മാത്രം നെക്സ്റ്റ് സൈസ് എടുക്കുക, അല്ലെങ്കിൽ കറക്റ്റ് സൈസ് തന്നെ എടുത്താൽ മതി. അങ്ങനെ വലിയ ചുരുങ്ങുന്ന പ്രശ്നമുള്ള മെറ്റീരിയൽ അല്ല കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ല തിക്ക് ഫാബ്രിക് കേട്ടോ, നല്ല കോട്ടൺ ആണ്. ഈ ഒരു സമയത്തിന് നല്ല, ഞാൻ ഇപ്പോൾ ഇട്ട് നോക്കിയിട്ടാണല്ലോ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഈ ഒരു ചൂടില്ല, നല്ല കൂളായിട്ടുള്ള ഫാബ്രിക് ആണ്. എല്ലാം കൊണ്ട് നല്ല ഐറ്റം. ലെങ്ത്തും ഉണ്ട് കേട്ടോ. ഒരു 47 ഒക്കെ ലെങ്ത് കിട്ടും. മീഡിയം, ലാർജ്, XL, XXL, 3X എല്ലാ സൈസിലും ഉണ്ട്. ധൈര്യമായിട്ട് എടുത്തോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് M201, റേറ്റ് 890 മാത്രമേ ഉള്ളൂ, 890. രണ്ടാമത്തെ വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിന്റെ ഭംഗി പിന്നെ ഞാൻ ഇട്ടിൽ പോലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതുകൊണ്ടാട്ടോ ഞാൻ മറ്റേ ഇട്ട് കാണിക്കാന്ന് വെച്ചാൽ. രണ്ടിനും ഒരേ ഭംഗിയില്ല, കുറച്ചുകൂടി രണ്ടിനും ഓരോന്ന് എടുക്കുമ്പോൾ നമ്മൾ ഓർക്കും അതാ കൂടുതൽ ഭംഗിയെന്ന്. അപ്പോൾ ഇനി ബ്ലാക്ക് വെച്ച് നോക്കിയപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് പോർഷന്റെ ഡിസൈൻ ഒക്കെ സെയിം തന്നെയാട്ടോ. ആ ഒരു കോൺട്രാസ്റ്റ് ഉൾട്ട കോമ്പിനേഷൻ വരുന്നുള്ളതേ ഉള്ളൂ. പ്രിന്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയലും ആണ്. നല്ല കളറാട്ടോ. അതായത് നോർമൽ ബ്ലാക്കിനേക്കാളും കുറച്ചുകൂടി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് എന്ന് വെച്ചാൽ മങ്ങിയതല്ല, അത്യാവശ്യം നല്ല കളറാട്ടോ. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ ഇതുപോലെ ചെറിയ കാന്ത ലൈൻസ് കൊടുത്തിട്ട് മറ്റേതുപോലെ തന്നെ വേറെ വ്യത്യാസമൊന്നുമില്ല. ഫുൾ വ്യൂല് ഇങ്ങനെ വരും കേട്ടോ. പിന്നെ സൈസസ് മുമ്പേ പറഞ്ഞ പോലെ മീഡിയം, ലാർജ്, XL, XXL, 3X വരെ സൈസസ് ഉണ്ട്. അപ്പോൾ ഇതിന് നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ഞാൻ ഓരോന്നിനും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സൈസ് ഏതാണോ വേണ്ടത് ആ സൈസ് വരുമ്പോൾ വേണം സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ മീഡിയത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് XL ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് കണ്ടെന്ന് വരത്തില്ല. ഓട്ടോമാറ്റിക് റിപ്ലൈ ആയതുകൊണ്ട് മീഡിയത്തിനായിരിക്കും അവൈലബിൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ കൺഫർമേഷന് വേണ്ടി എടുത്ത് ചോദിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പം ഇച്ചിരിയുടെ എളുപ്പത്തിന് നിങ്ങൾക്ക് ഓർഡർ നിങ്ങൾക്ക് കിട്ടില്ല. ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി പോകും, ലിമിറ്റഡ് പീസ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയി പോകാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ സൈസ് വരുമ്പോൾ മാത്രം സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്പർ M200, റേറ്റ് വരുന്നത് 890 മാത്രമേ ഉള്ളൂ, 890.